നെഗറ്റീവോ? പിന്നെ എന്ത് മനുഷ്യരാണ് ഇവർക്ക് നെഗറ്റീവും പോസിറ്റീവും അർത്ഥം അറിയാൻ വയ്യാത്തോണ്ടായിരിക്കും. എന്താണ് പറയുന്നതല്ലേ? തന്റെ ഭർത്താവിനെ അല്ലെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ജീവിതം തന്ന ആളിനെ ഒന്ന് ജീവനോടൊന്നും കൂടെ കാണാമല്ലോ എന്ന് വിചാരിച്ചു വരുമ്പോൾ അത് നെഗറ്റീവോ? അവർക്കൊക്കെ ഈ നെഗറ്റീവ് പറയുന്നവർക്ക് അങ്ങനെ അനുഭവം വരണം. ഓക്കെ, സത്യമായിട്ടും ആൾക്കാരുടെ മാനസിക നില അത്രയേ ഉള്ളൂ. അവർക്ക് എന്താ നെഗറ്റീവ് എന്താ പോസിറ്റീവ് എന്ന് അറിയില്ല. കാരണം നവാസ് മരിച്ചിട്ട് അദ്ദേഹം അവസാനം അഭിനയിച്ച ആ സിനിമ കാണാൻ രഹന വന്നപ്പോ ഞാൻ ആ ഒരു വീഡിയോയില്, ഓൺലൈൻ ചാനലിന്റെ പേര് ഞാൻ പറയുന്നില്ല, അവർ ഇട്ട ആ വീഡിയോയില് രഹന തിയേറ്ററിൽ വന്നതും മക്കളായിട്ടൊന്ന് കരയണതൊക്കെ വീഡിയോ ഇട്ടു. അതിന്റെ അടിയിൽ 2-3 കമന്റുകൾ ഞാൻ അന്നേരം തന്നെ വായിച്ചിട്ടുണ്ടായിരുന്നു. അവൻ മരിച്ചിട്ട് 1 വർഷം തികയണേ മുമ്പ് തന്നെ പുറത്തിറങ്ങി സിനിമ കാണാൻ വന്നേക്കണു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തൊരു വക ആറ്റിറ്റ്യൂഡാണ് ആൾക്കാർ, എന്തൊരു മനോഭാവമാണ്. പുള്ളിക്കാരനെ മരിച്ചു, ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ ഇനി ആ ട്രോമയിൽ നിന്ന് എങ്ങനെ റിക്കവർ ആക്കുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുക പുള്ളിക്കാരന്റെ ഫാമിലി മെമ്പേഴ്സ്. അപ്പോ പുള്ളിക്കാരിക്ക് ചെറിയൊരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അതാകട്ടെ എന്നല്ലേ വിചാരിക്കുക. അതിന്റെ ഇടയിൽ ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരുടെ മനോഭാവം ഇനി മാറാനൊന്നും പോകുന്നില്ല. അത് കേരളക്കാരുടെ സ്വന്തം മാത്രമാണ്.